സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പേരൻസിനും ഇരിക്കപ്പുറതിയില്ല കേട്ടോ. ഇപ്പം പിള്ളേർ സ്കൂളിൽ പോണ്, പേരൻസ് വീട്ടിലിരിക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പേരൻസിന് തന്നെയാണ് ഏകദേശം മൊത്തം പണികളും. ഇവർക്ക് ദിവസവും ഓരോരോ പ്രോജക്റ്റുകൾ പോലെ ഓരോന്ന് കൊടുത്തു വിടും. ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോരോ കാര്യങ്ങൾ അത് പിന്നെ പേരൻസ് വീട്ടിലിരുന്ന് ചെയ്തു വിടണം. ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര ചെയ്യാനാണ്. ഇപ്പം പുതിയൊരു പ്രോജക്റ്റും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മണ്ണ് വെച്ച് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. മറ്റേ ചട്ടി, കലം, അങ്ങനെയൊക്കെ മറ്റേ കളിമണ്ണ് വെച്ച് ഉണ്ടാക്കലില്ലേ, അങ്ങനെയൊക്കെ ഉള്ള എന്ത് ഐറ്റംസ് വേണേലും ഉണ്ടാക്കി കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ നല്ല മണ്ണ് അന്വേഷിച്ച് വന്നെയാണേ. നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ മണലാണ് കേട്ടോ. അത് വെച്ചിട്ട് ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പം ഇവിടുത്തെ മറ്റേ പാടമില്ലേ, ഇത് പാടവും മറ്റേ ഇവിടെ കൂടുതലും പച്ചക്കറിയാണ് ഈ ഭാഗത്ത് നട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ റോഡിൽ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് പച്ചക്കറി, കോളിഫ്ലവറും പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, അങ്ങനെയൊക്കെ ഉള്ള പല സാധനങ്ങളും ഇവിടെ നട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മണ്ണ് അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് വന്ന് കുറച്ച് മണ്ണെടുത്ത് കേട്ടോ. താണ്ട് ഇവിടെയൊക്കെ നിറയെ കോളിഫ്ലവർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞ് കേട്ടോ. ഇത് ലാസ്റ്റ് കൊണ്ട് നട്ടതാണ്. ഇതൊന്നും ഇനിയിപ്പം എടുക്കാൻ പറ്റത്തില്ല. പൂവുകളൊക്കെ ഒരുപാട് ശോഷിച്ചും പിന്നെ മഞ്ഞ കളറിലും ഒക്കെയായി നിൽക്കുകയാണ്. ഇതിനൊക്കെ സീസണാണ്. ഇത് മറ്റേ തണുപ്പ് സമയത്ത് ഇത് നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇത് കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് ഈ ഒരു സീസണിൽ ഇടത്തില്ല. ഇനിയിപ്പോൾ ഇവർ ഇടുന്നത് വെണ്ടയ്ക്ക, മറ്റേ പീച്ചിങ്ങയില്ലേ, അമ്മാതിരിയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇനി ഇടാൻ പോണത് കേട്ടോ. വെണ്ടയ്ക്കായിരിക്കും ഇനി മിക്ക ഇതുപോലുള്ള കണ്ടങ്ങളിൽ കാണുന്നത്. അങ്ങ് നിൽക്കുന്നത് മുളവാണ് കേട്ടോ. അതിൻ്റെയും ഏകദേശം ഇത് കഴിഞ്ഞിട്ടുണ്ട്. താണ്ട ഇവിടെ ചെറിയ ചെറിയ കോളിഫ്ലവറുകൾ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇവരുടെ വീട്ടാവശ്യത്തിനത്തേക്കായിരിക്കും എടുക്കുന്നത്. ഇത് കടയിൽ കൊണ്ട് പോയി കഴിഞ്ഞാലും വലുതായിട്ട് വാങ്ങിക്കും, പക്ഷേ ആ ഒരു വലിപ്പമൊന്നുമില്ല. അതാണ്ട് ചെറുതാണ് കേട്ടോ പൂക്കൾ, ഇത്രേ ആവത്തുള്ളൂ. നല്ല വെയിലാണ് കേട്ടോ അടിക്കുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള മണ്ണൊക്കെ എടുത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുവഴി പോകുമ്പം ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ഇന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ പച്ചക്കറി കൃഷി തന്നെയാണ്. ഈ മുളകിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് കേട്ടോ. മൊത്തം കുരുടിച്ച് ഇതൊക്കെ ഒരുപാട് മുളക് പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നിൽക്കുന്ന എല്ലാം നല്ല കുരുടിച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം പൊഴുതിട്ട് അടുത്ത കൃഷി നടക്കും. അപ്പുറത്തെ ഭാഗത്ത് ചോളം, പിന്നെ ഗോതമ്പ്, അതണക്കുള്ള സാധനങ്ങളാണ്. മറ്റേ പല ടൈപ്പ് അരികളില്ലേ, അതൊക്കെ കൃഷി ചെയ്യും കേട്ടോ. പിന്നെ വേണ്ട നാടൻ ബദാം, ഇത് ഏട്ടനാണ് കേട്ടോ എനിക്ക് കാണിച്ചു തന്നത്. ഇതാണ് നാടൻ ബദാമെന്ന്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കണ്ടപ്പം നല്ല രസമുണ്ട് കേട്ടോ. നല്ല അതിൻ്റെ നോക്ക് നല്ല രസമുണ്ട്. മറ്റേ എന്താ പറയുക, ഇവിടെ ഒരു ജിലേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കിട്ടും കേട്ടോ. അതും ഇതുപോലെ വഴിവക്കിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പണ്ട് പരുത്തിക്കുരു എന്ന് പറയുമായിരുന്നു. ഇതിനെ അല്ല, മറ്റേ പരുത്തിയില്ലേ, അതിൻ്റെ ചെറിയ കുരുവില്ലേ, അതിൻ്റെ മാതിരിയുള്ള കളറൊക്കെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ് അകത്തെ ടേസ്റ്റൊക്കെ അറിയാനേ. കടിച്ചിട്ട് അങ്ങോട്ട് പൊട്ടുന്നില്ല കേട്ടോ. നല്ല കട്ടിയുള്ള തോടാണ്. നമ്മുടെ സാദാ ബദാമിൻ്റെ മാതിരിയുള്ള തോടല്ല. ഇതിന് ഇച്ചിരി മറ്റേന് നല്ല കട്ടിയല്ലേ. ഇത് മറ്റൊരു ടൈപ്പ് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പം അകത്ത് നല്ല വെള്ള കളറിൽ മറ്റേ നട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നും ആരും എടുക്കത്തില്ല എന്ന് തോന്നുന്നു. നിറയെ കിടപ്പുണ്ടായിരുന്ന മരത്തിൻ്റെ അടിയിൽ തന്നെ കൊഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 2-3 പറക്കിയെടുത്ത് കേട്ടോ. നല്ല രസമുണ്ട് കഴിച്ച് നോക്കിയപ്പം. ലക്കി ആദ്യം ഒന്ന് മടിച്ച് കേട്ടാ കഴിക്കാൻ. മറ്റേ തോടില്ലേ, നല്ല കട്ടിയുണ്ട്. മറ്റേ ഈ ഒരു കുരുവിൻ്റെ തോടല്ല, അത് ഇരുന്ന മൊത്തത്തിലുള്ള കായുടെ തോടില്ലേ, നല്ല കട്ടിയുണ്ട്. അതൊക്കെ എടുത്തിട്ട് മറ്റേ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഹെൽപ്പായിരിക്കും കേട്ടോ. നല്ല കട്ടിയുള്ള തോട്, അതൊക്കെ നല്ല കളറടിച്ചിട്ട് പൂമാതിരിയൊക്കെ വെക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് മരം. ഇവിടെ ഇതുപോലെ ഇങ്ങനെ വഴിവക്കിൽ പല ടൈപ്പ് മരങ്ങളുണ്ട് കേട്ടോ. പലതും നമുക്ക് പേരൊന്നും അറിയത്തില്ല. പണ്ട് കാലത്ത് നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സംഭവങ്ങളെല്ലാം. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇതൊന്നും. ഇപ്പം നല്ല മണ്ണ് വേണമെങ്കിലും നമ്മളെ വീട്ടിൻ്റെ ഇവിടെ ഒന്നും ഇല്ല. നല്ല മണ്ണ് വേണമെങ്കിലും ഇങ്ങോട്ട് വരേണ്ടി വന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് പറക്കിയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഈ മണ്ണൊക്കെ എടുത്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വന്നത്. പണ്ട് നമ്മൾ ചിരട്ടപ്പുട്ട് ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമായിരുന്നു. മണ്ണിൽ കളിക്കുന്ന ആ ഒരു ഇത് ഓർമ്മ വന്നു കേട്ടോ. ഇപ്പം ഇതുപോലൊക്കെ ഉള്ള മക്കളുടെ ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ പണ്ടത്തെ അതേ ലെവലിൽ ഞങ്ങൾ ഇറങ്ങി വരികയാണ് കേട്ടോ. മണ്ണിലും പിന്നെ അങ്ങനെയൊക്കെ ഇലകളൊക്കെ വെച്ച് ഓരോന്നുണ്ടാക്കൽ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, പണ്ടത്തെ കാലം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒഡീഷയിൽ നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് പച്ചപ്പും എന്താ പറയുക, മറ്റേ വയൽ, കണ്ടങ്ങൾ, നമ്മളെ നാട്ടിനേക്കാളും നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് അതാണ്
കണക്കുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞില്ലേ. ഇവിടെ പക്ഷേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിനേക്കാളും ഒരുപാട് പിന്നിലോട്ടാണ് ഇവരുടെ ആ ഒരു ലൈഫ്. ഇതുവരെ കുറച്ച് മുന്നോട്ട് എത്തിയിട്ടില്ല കേട്ടോ. അപ്പം അന്നത്തെ നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇപ്പം ഇവിടെ. പിന്നെ ഞങ്ങൾ മണ്ണൊക്കെ എടുത്തിട്ട് നല്ല ചൂട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മറ്റേ സൂര്യൻ തലയ്ക്ക് വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ. എന്തൊരു ചൂടെന്നോ. പിന്നെ കരിമ്പും ജ്യൂസ് കുടിക്കാനായിട്ട് വന്നേ. ഇവിടെ പിന്നെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും കരിമ്പിൻ ജ്യൂസും പിന്നെ ഹിമാലയൻ സോഡയില്ലേ വണ്ടികളിൽ. നമ്മുടെ നാട്ടിൽ ഞാനത് കണ്ടിട്ടില്ല. ഇവിടെ ഓരോ ഭാഗത്തും അങ്ങനെ ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സിന് 10 രൂപയാണ് ഹിമാലയൻ സോഡ. അത് കുറേ നാൾ മുന്നേ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം എൻ്റെ വയറ് കേടായി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട്. ഓരോ ക്ലൈമറ്റിനനുസരിച്ച് ഇവിടെ ആഹാരവും മാറും, ജ്യൂസുകളും മാറും. സീസൺ അനുസരിച്ചിട്ടാണ് ലൈഫ് സ്റ്റൈൽ. ഇപ്പം തന്നെ ലക്കിയുടെ ഇത് കണ്ടില്ലേ, സ്കൂൾ തുറന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പേരൻസിന് ഇതുപോലുള്ള പണികളായിരിക്കും കേട്ടോ. ഇല്ല CID മൂസയിലെ കാര്യം ഞാൻ ഓർക്കും. അതിലെ ജഗതി പറയുന്നില്ലേ, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗില്ലേ, അതുപോലെ പേരൻസിനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇമാതിരിയുള്ള പണികളൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത്. ഈ കുഞ്ഞു മക്കൾ ഇതുപോലൊക്കെയുള്ള എന്ത് പരിപാടി അവർക്ക് ചെയ്യാനറിയാം, ഒന്നും അറിയത്തില്ല കേട്ടോ. കുറേ ക്രാഫ്റ്റ് വർക്കുകൾ കാണും. ഇതെല്ലാം വീട്ടിൽ വന്ന് നമ്മുടെ പണിയാണ് കേട്ടോ. ഇവിടെ കൂടുതലും നന്ദ, ഏട്ടൻ ഇവർ രണ്ടാളുമാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ വർഷത്തെ ഓരോ വീഡിയോസിലും കാണാമല്ലോ. ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. ഇവർക്കൊട്ട് അത് ചെയ്യാനും അറിയത്തില്ല. നമ്മൾ പേരൻസ് തന്നെ അത് ചെയ്തു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പം നേരെ ചെന്നിട്ട് മറ്റേ കളിമണ്ണ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അത് നന്ദ പറഞ്ഞു കേട്ടോ, എടുത്തിട്ട് വാ അവൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്നേ. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു സഞ്ചിയിൽ കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് കളിമണ്ണ് വെച്ച് പരിപാടി നാളെ തന്നെ ഇത് റെഡിയാക്കി കൊടുത്തുവിടുകയും വേണം കേട്ടോ. മെസ്സേജുകളൊക്കെ കുറച്ച് ദിവസം മുന്നേ ഒന്നുമല്ല വരിക, തലേന്ന് വരും. നമ്മൾ അടുത്ത ദിവസം തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇനി സമയമില്ല കൊണ്ട് വേഗം ഇത് സെറ്റ് ചെയ്തിട്ട് ഉണക്കാനൊക്കെ വെക്കണം. പിന്നെ നന്ദയ്ക്കുള്ള കരിമ്പിൻ ജ്യൂസ് പാഴ്സൽ വാങ്ങിയേട്ടാ. അവൾക്ക് ഈ കരിമ്പിൻ ജ്യൂസിനോട് വലിയ ഇഷ്ടമല്ല, എന്നാലും വാങ്ങിക്കുമ്പം കുടിക്കും, അത്ര തന്നെയാണ് കേട്ടോ. ഇതറിയുകയാണെങ്കിൽ പറയും കരിമ്പിൻ ജ്യൂസൊക്കെ വേണ്ടാന്നേ. ഇത് ചില ദിവസം കൊണ്ട് ചെല്ലുമ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ കുടിക്കുന്നത്. നല്ല കൊട്ട വെയിലെന്ന് പറയും കേട്ടോ, അതേപോലെ വെയിൽ. പിന്നെ കൊണ്ടുവന്ന ആ സഞ്ചി കളിമണ്ണ് നേരെ നന്ദയുടെ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ അവളുടെ പരിപാടിയാണ്. ഇതിനൊക്കെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത ഐറ്റംസ് ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കൽ. സ്കൂളിൽ നിന്ന് മറ്റേ അടുപ്പ്, പിന്നെ പാത്രം, കരണ്ടി, സ്പൂണ്, മറ്റേ തവികൾ, അത് കണക്കൊക്കെ ഉള്ള കുറേ ഐറ്റംസിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിഷ്ടമുള്ള, അതായത് കളിമണ്ണ് വെച്ചിട്ട് എന്ത് സാധനം വേണേലും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവർ എന്താണ് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നന്ദ ഇരുന്ന് കുഴപ്പ് തുടങ്ങി, അതിൻ്റെ കൂടെ പിന്നെ ലക്കിയും തുടങ്ങി കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതുപോലെയൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ലക്കീനെ കൂടെയൊക്കെ ഉൾപ്പെടുത്തുമ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ചെയ്യാനും. പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ അവൻ ചെയ്ത് വെക്കും കേട്ടോ. കൂടുതലും മറ്റേ ക്ലേ ഇല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ്, അത് വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. അപ്പം ഈ ഒരു മണ്ണ് വെച്ചിട്ട് ലക്കി ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നാട്ടിൽ പോകുമ്പം മണ്ണിൽ കളിക്കും, പിന്നെ ഇവിടെ ഇറങ്ങി മണ്ണിൽ ചെടിയൊക്കെ നടും, അത്ര തന്നെയാണ്. ഇതുപോലെ മണ്ണിൽ കളിച്ച് ഒരു ശീലം ലക്കിക്കില്ല കേട്ടോ. പണ്ട് നമ്മളൊക്കെ ഇതുപോലെ മണ്ണിൽ ഒരുപാട് കളിച്ചിട്ടില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളൊക്കെ അവധി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക സമയവും മണ്ണിൽ തന്നെ ആയിരുന്നു കേട്ടോ കളി. ചിരട്ടപ്പൂട്ടുണ്ടാക്കൽ, പിന്നെ കഞ്ഞിയും കറിയും വെപ്പ്, അതൊക്കെ തന്നെ ആയിരുന്നു പണി. പക്ഷേ ലക്കിക്കൊക്കെ അതൊക്കെ ഒരുപാട് മിസ്സാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു കാര്യവും ലക്കിക്ക് നന്ദയ്ക്കും ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നന്ദയ്ക്ക് ഇത് കണക്കൊക്കെ ഉള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അവൾ പിന്നെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മണ്ണൊക്കെ എടുത്ത് അവൾ തന്നെ ഉണ്ടാക്കും. ഇന്ന് ഉണ്ടാക്കിയത് കാഡ്ബറി ചോക്ലേറ്റും സ്മൈലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതേപോലെ ലക്കി ഇരുന്നുണ്ടാക്കുന്നുണ്ട്. ഇതെൻ്റെ വളയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഈ മണ്ണ് കൊണ്ട് കൊടുത്തിട്ട്. പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോയി തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം വന്ന ഉടനെ ആ മീൻ വൃത്തിയാക്കലങ്ങ് തുടങ്ങി. മീനൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ചൂട് കാരണം മീൻ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ മീൻ വൃത്തിയാക്കാനായിട്ട് പോയിട്ടാണ്. അപ്പം ആണ് നന്ദ ഇതുപോലുള്ള
കാഡ്ബറി ചോക്ലേറ്റും പിന്നെ സ്മൈലിയൊക്കെ ഉണ്ടാക്കി എന്നെ വിളിച്ചത്. അങ്ങനെ ദാണ്ട ലക്കിയും അതേപോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതും സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറയുകയാണേ. നല്ല ഭംഗിയായിട്ട് ലക്കി ഉണ്ടാക്കി കേട്ടോ. ഇതുപോലെ നമ്മൾ കുറച്ച് മെനക്കെടുമെങ്കിലും കുട്ടികളെ കൂടെ ഇതുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെയും ക്രിയേറ്റിവിറ്റി ഉണരും കേട്ടോ. ലക്കി ക്ലേ ഒക്കെ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കും. വാങ്ങിക്കുന്ന ക്ലേ ഇല്ലേ, പല കളർ വെച്ചിട്ട് നമ്മുടെയൊക്കെ മുഖം ഉണ്ടാക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മണ്ണിലും കൂടെ ഇപ്പം ഒന്നാമത് മണ്ണിൽ കളിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പലപ്പോഴും ഞാൻ താഴെ മണ്ണിൽ കളിക്കാൻ വിടാറില്ല. മണലിലൊക്കെ നിറയെ മണലാണ് കേട്ടോ. പാമ്പും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണേ. അതുകൊണ്ട് മണലിൽ കളിക്കാനൊന്നും വലുതായിട്ട് വിടാറില്ല. പിന്നെ ഇതുപോലെ മണ്ണ് കയ്യിൽ കിട്ടിയപ്പം ഭയങ്കര സന്തോഷത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. കയ്യിലും പുറത്തും ഇനിയിപ്പോൾ ഒന്നേന്ന് ഉരച്ച് കുളിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ലക്കി ഒന്ന് വൃത്തിയാവുള്ളൂ കേട്ടോ. ഇതുപോലൊക്കെ മണ്ണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്ദയും ലക്കിയുടെ പ്രായമാവും. പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് ഇതുപോലെ ഓരോന്നുണ്ടാക്കലും മിക്കുള്ള ദിവസവും ക്രാഫ്റ്റ് വർക്കുകൾ കാണും കേട്ടോ. അത് നന്ദയുടെ പരിപാടി തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കൽ. പിന്നെ റൈംസിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിൽ കൊടുക്കേണ്ടി വരും, പ്രോപ്സ് മാതിരി. അപ്പം അതിനും ഏട്ടനും നന്ദയും തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന സ്മൈലിയും പിന്നെ ചോക്ലേറ്റും. നല്ല രസമുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ട്. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. വല്ല ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇത് നോക്കി ലക്കി ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ഭംഗിയുണ്ട്. കണ്ണും വായും മൂക്കും ഒക്കെ വെച്ച് ആ കയ്യിലിരിക്കുന്നത് കാഡ്ബറി ചോക്ലേറ്റാണ് കേട്ടോ. ഇതും ഇനി നാളെ സ്കൂളിൽ കൊണ്ടുപോകണമെന്ന്. കൊള്ളാം. ലക്കിയും അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കൊണ്ടുപോയി നേരെ വെയിലത്ത് വെപ്പാണ് കേട്ടോ. ഇനി നാളെ തന്നെ ഇത് ഉണക്കിയെടുത്ത് സ്കൂളിൽ കൊണ്ടുപോകണം. ഇത് അകത്ത് വെച്ച് കഴിഞ്ഞ് ഇന്നിനിപ്പം വൈകിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ. നമ്മൾ പുറത്ത് വെച്ച് ഈ വെയിലത്ത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുമെന്ന് വിചാരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക, നമ്മളിവിടെ കൊട്ട വെയിലെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പുറത്തിറങ്ങിക്കഴിയുമ്പോൾ കണ്ണ് മഞ്ചും കേട്ടോ. പുറത്ത് എന്താ പറയുക, അതേപോലെ തിളക്കമുള്ള വെയിൽ. എന്തായാലും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുമെന്ന് വിചാരിക്കുന്നത്. നാളെ സ്കൂളിലും കൊണ്ടുപോകണമെങ്കിൽ പൊടിഞ്ഞു പോകത്തില്ലയോ സ്കൂളിലെത്തുമ്പോൾ. നന്ദ നേരത്തെ താഴെ കൊണ്ട് വെച്ച് കേട്ടോ വെയിലത്ത്. ലക്കി ആ സമയത്ത് ഫിനിഷിങ് വർക്കിലായിരുന്നു അവൻ്റെ സ്മൈലിയുടെ. അങ്ങനെ നോക്ക്, പുറത്തെ വെയിൽ കണ്ടോ, സൂര്യൻ വന്ന് തലയിൽ നിൽക്കുന്ന പോലെ. കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ വെയിലത്ത് നിന്നിട്ട്. ഇപ്പം തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ചുമന്ന തുണിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി നരച്ച് കിട്ടും കേട്ടോ. അതേപോലെ വെയിൽ. നാട്ടിലും ഇപ്പം വെയിലും ചൂടും ഒക്കെ തന്നെയല്ലേ. ഇവിടെ ആണെങ്കിലും ഇപ്പം 2-3 ദിവസം കൊണ്ട് വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത് ഈ ചൂടിൽ വലിയൊരാശ്വാസം. ആ കെട്ടിയിട്ടിരിക്കുന്നില്ലേ, അതിൻ്റെ മുകളിലാണ് ഇവർ ഇത് കൊണ്ട് വെക്കുന്നത് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഞങ്ങളെയും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനും കാണാനും ഒക്കെ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഉടനെ തന്നെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.